കൊച്ചിയില് എറണാകുളത്ത് കോളേജ് വിദ്യാർത്ഥിനിയെ ഹോസ്റ്റലിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. എറണാകുളം വെങ്ങൂർ രാജഗിരി വിശ്വജ്യോതി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഹോസ്റ്റലിലാണ് സംഭവം നടന്നിരിക്കുന്നത്. ഹോസ്റ്റലിൽ തൂങ്ങി മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സമീപത്ത് നിന്ന് ആത്മഹത്യാക്കുറിപ്പും കണ്ടെത്തിയിട്ടുണ്ട്. കോട്ടയം പരാമ്പുഴ സ്വദേശി അനീറ്റ ബിനോയ് 21 വയസ്സാണ് മരിച്ചത്. എറണാകുളം കുറുപ്പമ്പടി വെങ്ങൂർ രാജഗിരി വിശ്വജ്യോതി കോളേജിലെ 3-ാം വർഷ BBA വിദ്യാർത്ഥിനിയാണ്. പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു. മാതാപിതാക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ആത്മഹത്യാക്കുറിപ്പാണ് കണ്ടെത്തിയത്. മാതാപിതാക്കളോട് മാപ്പ് പറയുന്നു എന്ന തരത്തിലുള്ള വിവരണമാണ് ആത്മഹത്യാക്കുറിപ്പിൽ ഉണ്ടായിരുന്നത് എന്നാണ് വിവരം. ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ആത്മഹത്യാക്കുറിപ്പ് ഉൾപ്പെടെ പരിശോധിച്ച് കൂടുതൽ അന്വേഷണം നടത്തുമെന്നും പോലീസ് പറഞ്ഞു. കോട്ടയത്തുള്ള ബന്ധുക്കളെ വിവരം അറിയിച്ചിട്ടുണ്ട്. കോളേജിലെ ലേഡീസ് ഹോസ്റ്റലിൽ മുറിയിലെ ജനലിലെ കമ്പിയിൽ തൂങ്ങിയ നിലയിലാണ് മൃതദേഹം കണ്ടത്. ഇന്ന് രാവിലെ 7 മണിയോടുകൂടിയാണ് ഇത് കണ്ടത്. കോളേജ് ഗേറ്റിന് പുറത്ത് നാട്ടുകാർ പ്രതിഷേധിച്ചു. ക്യാമ്പസിനകത്തേക്ക് പ്രവേശിപ്പിക്കില്ല എന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. ഇപ്പോൾ ഒരുപാട് നാളായി നമ്മൾ കേൾക്കുന്നുണ്ട് കുട്ടികൾക്കിടയിലെ ഇത്തരത്തിലുള്ള ആത്മഹത്യാ പ്രവണതകൾ. തീർച്ചയായിട്ടും വലിയ ഒരു അവബോധം കുട്ടികളിലേക്ക് കൊടുക്കേണ്ട ഒരു സമയം ഇതിനകം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. സ്കൂൾ കുട്ടികൾക്കായാലും കോളേജ് വിദ്യാർത്ഥികൾക്കായാലും അവർക്ക് പഠിക്കുന്ന നോർമൽ സിലബസ് മാത്രമല്ല, ഇതുപോലുള്ള കുറച്ച് കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നിർബന്ധമാക്കണം. ഞാൻ പഠിച്ചിരുന്ന കോളേജിൽ ഇതുപോലെ ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഈസി ആയിട്ട് അവരെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ പല കോളേജിലും ഇതുപോലത്തെ സംവിധാനങ്ങൾ ഇല്ലാത്തതാണ് ഇത്തരം പ്രവണതകൾ വർദ്ധിപ്പിക്കാൻ കാരണം. പല കുട്ടികൾക്കും എല്ലാം തുറന്നു പറയാനായിട്ടുള്ള ഒരു ക്ലോസ് ഫ്രണ്ട് സർക്കിൾ ഉണ്ടായി എന്ന് വരില്ല. ചിലപ്പോൾ പാരൻസിൽ നിന്നൊക്കെ കുറച്ച് അകന്ന് മാറി നിൽക്കുന്ന, പിന്നെ അത് മാത്രമല്ല എല്ലാ കാര്യങ്ങളും പാരൻസിനോട് പറയുന്നതിൽ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്, ഫ്രണ്ട്സിനോട് പറയുന്നതിന് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പം ഇത്തരം സാഹചര്യത്തിലാണ് പ്രൊഫഷണലായിട്ടുള്ള ഒരു ആളെ നമുക്ക് അപ്രോച്ച് ചെയ്യേണ്ടത്. കുട്ടികൾക്കിടയിലെ ഇത്തരം ആത്മഹത്യകളെ കുറിച്ച് പറയുമ്പോൾ വളരെ ചെറിയ കാര്യങ്ങൾക്കായിരിക്കും പലപ്പോഴും അവരിത് ചെയ്യുന്നത്. അപ്പം ഒരു പക്ഷേ ആ ഒരു സമയത്ത് ആ ഒരു സെക്കൻഡിൽ തോന്നി ഏതെങ്കിലും കാരണവശാൽ പിന്മാറിയാൽ പിന്നെ ഒരിക്കലും ആ കുട്ടി അത് ചെയ്യില്ലായിരിക്കാം. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം, നിങ്ങളൊരു അധ്യാപകരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു ഓഫീസിൽ ഒരു ഹയർ പൊസിഷനിൽ നിൽക്കുന്ന ഒരാളായിരിക്കാം. പക്ഷേ എത്രയൊക്കെ പൊസിഷനിൽ നിന്നാലും നമ്മുടെ ഓപ്പോസിറ്റ് ഉള്ള ഒരു വ്യക്തിയോട് കുറച്ച് കൈൻഡായിട്ട് പെരുമാറുക. ഇപ്പം നമ്മളോടൊരു കാര്യം അദ്ദേഹം വന്ന് തുറന്നു പറയാനായിട്ടുള്ള ഒരു ആക്സസ് നമ്മൾ കൊടുക്കുക. എന്തെങ്കിലും പ്രശ്നം ഒരാൾ വന്ന് പറഞ്ഞാൽ കുറച്ച് കേട്ടിരിക്കാനുള്ള ഒരു ക്ഷമ നമ്മൾ കാണിക്കുക. കാരണം പല കാര്യങ്ങളും അപ്രോച്ച് ചെയ്യുന്ന രീതി ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഒരു നല്ലൊരു ധൈര്യമുള്ള ഒരാളെ സംബന്ധിച്ച് ഈസി ആയിട്ട് എടുക്കും പല കാര്യങ്ങളും. എന്നാൽ ഇതുപോലത്തെ കൊച്ചു മനസ്സുള്ള ആളുകളെ സംബന്ധിച്ച് ചെറിയ കാര്യങ്ങൾ മതി അവർക്ക് അവരുടെ ലൈഫ് ഇല്ലാതാക്കാൻ. തീർച്ചയായിട്ടും ഒരു സപ്പോർട്ടോ ഒരു മെൻ്റൽ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കുട്ടിയും ഇപ്പോൾ നമുക്കൊപ്പം തന്നെ ജീവിച്ചേനെ. അപ്പോൾ പരമാവധി ഇപ്പോൾ നമുക്കിനിയിപ്പോൾ ഈ കുട്ടിയെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് കൊണ്ടുവരാൻ സാധിക്കില്ല. അപ്പം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് നമ്മളുടെ സർക്കിളിലുള്ള ആൾക്കാരെ മനസ്സിലാക്കാനും അവരെന്തെങ്കിലും പ്രശ്നം പറയുമ്പോൾ കുറച്ച് നേരം കേട്ട് നിൽക്കാനും നമ്മൾക്ക് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് ഉപദേശിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇനി അതിന് മുകളിലാണ് അവരുടെ പ്രശ്നങ്ങൾ എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് തന്നെ ഒരു സൈക്കോളജിസ്റ്റിനെയൊക്കെ കാണാനായിട്ട് അവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളും ചെയ്യേണ്ടത്.